നമുക്കിന്ന് ഒരു സാരി ഡ്രേപ്പിംഗ് വർക്കിന് പോയാലോ? നമുക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നത് കൊല്ലത്ത് തന്നെയാണ്. ആക്ച്വലി ഇന്നല്ല വർക്ക് നെക്സ്റ്റ് ഡേയിലാണ് കേട്ടോ വരുന്നത്. ഗൈഡ് നമുക്ക് സ്റ്റേ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഓട്ടോ ത്രൂ ആണ് കേട്ടോ പോകുന്നത്. എനിക്ക് ഹെൽപ്പിനായിട്ട് എൻ്റെ സിസ്റ്റർ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിലോട്ട് അറൗണ്ട് ഒരു 30 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നേ. ഞാൻ സത്യത്തിൽ നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നല്ല കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിക്ക് ഓക്കെ ആയി. പിന്നെ നമ്മൾ റൂം കണ്ടപ്പോൾ എൻ്റെ പൊന്നി, റൂം വാസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ അയണിങ് ടേബിളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്തായിരുന്നു കേട്ടോ. യൂഷ്വലി അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന അയണിങ് ബോർഡ് അത്ര നല്ലതായിരിക്കില്ല, പക്ഷേ ദിസ് ടൈം അത് അടിപൊളിയായിരുന്നു. റൂമാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ടോട്ടൽ 10 ബ്രൈഡ്സ് മെയ്ഡിന് സാരി ഡ്രേപ്പിംഗ് ചെയ്യാനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെന്ന് അപ്പം തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് സാരി കൊണ്ടുവരാനും വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഓരോരോ സാരീസ് ആയിട്ട് വരുന്ന അനുസരിച്ച് ഞാൻ അതെല്ലാം തന്നെ പ്രീപ്ലീറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. യൂഷ്വലി നമുക്ക് ഒരു സാരി ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇപ്പോൾ 10 സാരീസ് ഉള്ള സ്ഥിതിക്ക് 10 മണിക്കൂറാണ് വേണ്ടത്. അപ്പം ഈ ഹോൾ നൈറ്റ് വർക്ക് ചെയ്താൽ മാത്രമേ നാളെ നമുക്ക് സാരി ഡ്രേപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നേരത്തെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. ഈ സാരി കൊണ്ടുവന്നതിൽ ഒരാളുടെ സാരി ആയിരുന്നു കേട്ടോ. ഇതൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. ഇത് റോൾ ചെയ്തിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ റോള് ചെയ്തത് ശരിയാവാത്തത് കൊണ്ട് തന്നെ സാരിയിൽ മൊത്തത്തിൽ റിങ്കിൾസ് ആയിരുന്നു കേട്ടോ. ഇതൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്ന സാരി ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അതിന്റെ ഔട്ട്പുട്ട് അതിനുള്ള ഒരു വലിയ എക്സാമ്പിൾ ആണിത്. അതേപോലെ തന്നെ സാരി ഫോൾ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടായിരുന്നു കേട്ടോ ഇത് ടൈറ്റ് ആയിട്ട് റോൾ ചെയ്തത്. അതുകൊണ്ട് എന്താ സാരി നോക്കൂ, സാരിയിൽ ഫുൾ റിങ്കിൾസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒന്നേന്ന് പറഞ്ഞ സാരി മൊത്തത്തിൽ അയൺ ചെയ്തിട്ടായിരുന്നു പ്രീപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ നമ്മളൊരു 3-4 സാരിയൊക്കെ പ്രീപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മക്ഡൊണാൾഡ്സിൽ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് എടുക്കാനായിട്ട് പോവുകയാണ്. സത്യത്തിൽ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷനുള്ളതായിട്ട് തോന്നില്ല. പക്ഷെ എനിക്ക് സത്യത്തിൽ നല്ല ടെൻഷനുണ്ട്. കാരണം 10 പേർക്ക് അറ്റേ സ്ട്രെച്ച് സാരി ഡ്രേപ്പ് ചെയ്യാൻ പോവാണ്. റിസപ്ഷനിൽ നിന്ന് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പിക്ക് ചെയ്തു കേട്ടോ. ഫുഡ് കയ്യിൽ കിട്ടിയപ്പോൾ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, നല്ല സമാധാനമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡായിട്ട് നേരെ റൂമിൽ പോയി അപ്പം തന്നെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. കാരണം വെയിറ്റ് ചെയ്യാനായിട്ട് തീരെ ടൈമില്ല. അതിനകത്ത് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു. നമ്മളൊരു ഓറിയോ മക്ഫ്ലറി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ അവിടെ വെച്ചിട്ടല്ലേ കഴിക്കുന്നത്. ഇത് നമ്മളൊരു കുറച്ചും കൂടി ഒരു കംഫർട്ട് സോണിലിരുന്ന് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ചില്ല് ചെയ്ത് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മൾ 3 ബർഗേഴ്സും പിന്നെ എനിക്ക് തോന്നുന്നു സംതിങ് ഒരു ഡ്രിങ്കും പിന്നെ 2 മക്ഫ്ലറി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കിട്ടിയ മക്ഫ്ലറി നമ്മളുടെ റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മളിത് കീപ്പ് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത്. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ 3-4 സാരീസേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി സാരീസ് എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ വേഗം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡാണെങ്കിലും വേറെ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ തന്നെ നമുക്കിനി വർക്ക് ചെയ്യാനുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കാരണം നമുക്കിനി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഫീല് വരരുതല്ലോ. ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളിത് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വർക്ക് ലാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ വർക്ക് തീരുന്ന സമയം അറൗണ്ട് ഒരു 1 o'clock ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്തേക്ക് ഞാൻ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞാൻ നല്ല ക്ഷീണത്തോടാണ് എഴുന്നേറ്റിട്ടുള്ളത്. പക്ഷെ നമുക്ക് വേഗം തന്നെ റെഡി ആവണം. കാരണം നമുക്ക് ഓരോ ക്ലയൻസ് ആയിട്ട് വരാനുള്ള ടൈമായി. 10 പേരുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കായിട്ട് ഓരോരോ ടൈം സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ആ ടൈമിൽ തന്നെ കറക്റ്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ നല്ല ഈസി ആയിരുന്നേ. ഞാനപ്പോൾ വേഗം തന്നെ ബ്രഷ് ചെയ്ത് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി ലാസ്റ്റ് ഒരാൾക്ക് സാരി ഡ്രേപ്പിംഗ് ചെയ്യാനുള്ളപ്പോഴാണ് കേട്ടോ. സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം നല്ല ഇരുണ്ട് കിടന്നതായിരുന്നു. എന്നാൽ ഇപ്പം നല്ലപോലെ രാവിലെ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഒരാൾക്ക് കൂടെ സാരി ഡ്രേപ്പിംഗ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരാൾക്കും കൂടെ സാരി ഡ്രേപ്പിംഗ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു വർക്കും കൂടെ ഉണ്ട് കേട്ടോ. അത് പുറത്താണ്, നമുക്ക് ഇവിടെ അല്ല. അപ്പം നമ്മൾ ആ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റിലത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. സാരി ഡ്രേപ്പിംഗ് ചെയ്ത ആരുടെയും വീഡിയോസ് മൊത്തത്തിൽ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചെറിയ വീഡിയോസ് നമ്മൾക്ക് റീൽസ് ആയിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ വേഗം തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ സ്റ്റേ വന്നിട്ട് ടെറാട്ടോൺ ആയിരുന്നേ. കൊല്ലം തേവള്ളിയിലായിരുന്നു കേട്ടോ ഈ സ്റ്റേ വരുന്നത്. ഒരു ടൈമിൽ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം നല്ല അടിപൊളിയായിട്ട് ഈ വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ ഇനി അടുത്ത വർക്കിലോട്ട് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം.